ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പാനസോണിക് എ സിനെ കുറിച്ച് ഞാൻ 2-3 വീഡിയോ ഓൾറെഡി ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് പാനസോണിക്കിൻ്റെ എ സി തന്നെയാണ്. സ്മാർട്ട് എ സി ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി റിവ്യൂ വീഡിയോ കിട്ടുന്നുണ്ട്. കാണാത്ത റിവ്യൂ കണ്ടു. 6 മാസമായി നമ്മളിപ്പോൾ പുതിയ എ സി വാങ്ങിച്ചിട്ട്. അപ്പോൾ 2025 മോഡൽ പാനസോണിക്കിൻ്റെ എ സി ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും 2025 മോഡൽ വാങ്ങിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ നമുക്കിതിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനർജി എഫിഷ്യൻസി ആയിട്ട് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, 55 ഡിഗ്രി വരെ തന്നെ നമുക്ക് ഈ എ സി വർക്കിപ്പിക്കാം എന്നുള്ള മോഡൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ മാക്സിമം ഹീറ്റ് 55 ഡിഗ്രി വരെ നമുക്ക് ആയാലും നമുക്ക് ഈ എ സി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൽ സ്മാർട്ട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടെക്നോളജി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്കിതിൽ IoT എനേബിൾഡ് ആണ്. അതായത് നമുക്ക് ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. വേറെ ആപ്പ് എന്ന് പറയുന്നത് മിറായി ആപ്പാണ്. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്നും പറയാം. ഇത് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഇതിൻ്റെ ഇവരുടെ പുതിയ സ്മാർട്ട് എ സികളും അതുപോലെ തന്നെ എന്താ പറയുക, എന്ത് പേരുണ്ടല്ലോ, മാറ്റർ എനേബിൾഡ് 3 സ്റ്റാർ എ സികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും എ സി വാങ്ങിക്കുന്ന തിരക്കിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി ഇത് അവൈലബിൾ ആണ്. നമുക്ക് ആമസോണിലൊക്കെ സാധനം അവൈലബിൾ ആണ്. നമുക്ക് റിമോട്ട് കൺട്രോൾ വേണ്ട, സ്മാർട്ട് മിറായി ആപ്പിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെർച്വൽ റിമോട്ട് റെപ്ലിക്കേഷൻ ആണ്. കസ്റ്റം സ്ലീപ്പ് പ്രൊഫൈൽ മോഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. AI മോഡ് വരുന്നുണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റഗ്രേഷൻ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഫിൽട്ടർ ക്ലീനിങ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഓട്ടോ ക്ലീൻ ഫെസിലിറ്റി വരുന്നുണ്ട്, വാറണ്ടി മാനേജ്മെന്റ് വരുന്നുണ്ട്, ആപ്പിൽ കൂടെ തന്നെ പറ്റും. ഡെയിലി വീക്ക്ലി മന്ത്ലി യൂസേജ് ട്രാക്കിംഗ് വരുന്നുണ്ട്. അതായത് നമുക്ക് എത്ര എക്സ്പെൻസ്, എത്ര kWh യൂസ് ചെയ്തെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സ്മാർട്ട് ഡയഗ്നോസിസ് ഫീച്ചർ വരുന്നുണ്ട്. എ സിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കാണിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് i7 ടെക്നോളജി വരുന്നുണ്ട്. അതായത് 7-in-1 കൺവേർട്ടബിൾ ആണ്. 45%. അത് നിങ്ങൾക്ക് വെച്ചാൽ നമ്മൾ ആ റൂമിൽ ആൾ കുറവാണെങ്കിൽ നമുക്ക് കൺവേർട്ടബിൾ ആയിട്ട് കുറച്ചിട്ട് 10 കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺസപ്ഷൻ കുറയും. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ നാനോ എയർ പ്യൂരിഫിക്കേഷൻ ടെക്നോളജി വരുന്നുണ്ട്. 0.01 എന്താ പറയുക വരെ നമുക്ക് തന്നെ പാർട്ടിക്കിൾസിനെ വരെ സാധനം ആക്ച്വലി പ്യൂരിഫൈ ചെയ്യും. പിന്നെ മാറ്റർ കമ്പാറ്റബിലിറ്റി വരുന്നുണ്ട്. മാറ്റർ എനേബിൾഡ് എ സികളാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പെർഫോമൻസിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് ആക്ച്വലി ഇപ്പോൾ പാനസോണിക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഷീൽഡ് ബ്ലൂ പ്ലസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, കൊറോഷൻ എതിരായിട്ട് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിത്ത് സ്റ്റാൻഡ് ടെമ്പറേച്ചർ അപ് ടു 55 ഡിഗ്രി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് AI ഞാൻ പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AI അൽഗോരിതം ബേസ്ഡ് ആണ് അവർ വർക്ക് ചെയ്യുന്ന സംഭവം. പിന്നെ ക്രിസ്റ്റൽ ക്ലീൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അത് അവരുടെ റിമോട്ടിലുണ്ട്. ഞാൻ വേണമെങ്കിൽ റിമോട്ട് കാണിച്ചു തരാം. റിമോട്ടിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇതാ കണ്ടോ, ഇപ്പോൾ ഈ റിമോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൽ ക്ലീൻ മോഡ് എന്ന സാധനം കാണാണ്ട്. ഇവിടെ ക്ലീൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ടോ. അത് ആക്ച്വലി കഴിഞ്ഞാൽ നമുക്ക് AC ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യും. അത് ഈ ക്ലീൻ മോഡും മറ്റേ നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അത് വേറെയാണ്. അത് എനിക്ക് തെറ്റിദ്ധരിക്കണ്ട. ഫിൽറ്റർ ക്ലീനിങ് നമ്മൾ എന്തായാലും ചെയ്യണം. അത് മാനുവലായിട്ട് തന്നെ ചെയ്യണം. പിന്നെ പവർഫുൾ കൂളിംഗ് ഭയങ്കര നല്ല പെട്ടെന്ന്. അത് ഞാൻ ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് ഫോബ്സിൻ്റെ AC ഉപയോഗിക്കാറ്, ഹെൽത്ത് AC നിങ്ങൾ കണ്ടായിരിക്കും. ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം നല്ല പവർഫുൾ ആണ്. എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് അറിയും. നമ്മുടെ റൂം 150 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമാണ്, അതും ടോപ്പ് ഫ്ലോറിലാണ്. എന്ത് പെട്ടെന്ന് തരാം, ഉച്ചയ്ക്ക് പോലും സാധനം കൂളിംഗ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല സാധനം തന്നെയാണ്. എൻ്റെ വീട്ടിൽ താഴത്തെ റൂമിലുണ്ട് 110 AC ഇരിക്കുന്നത് പാനസോണിക്കിൻ്റെ അമ്മയുടെ റൂമിൽ. പിന്നെ നമുക്ക് പ്രൈസ് റേഞ്ച് ഒരു സ്റ്റാർട്ടിങ് വരുന്നത് 34,000 രൂപയാണ്. അത് ഡിഫറെൻറ്റ് വെറൈറ്റികളുണ്ട്. ആക്ച്വലി ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക്, ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ വാങ്ങിക്കാം. ഞാൻ ആക്ച്വലി ആമസോണിനെ വാങ്ങിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഓഫറിൽ, അതായത് ബെസ്റ്റ് റേറ്റിൽ കിട്ടുന്ന അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഒന്നും ഇല്ല. നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും രണ്ടും ബ്രാൻഡ് തന്നെ ചെയ്യുക. 1,500 രൂപയ്ക്കാണ് ആക്ച്വലി ഒരു ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഔട്ട്ഡോർ യൂണിറ്റിന് സ്റ്റാൻഡ് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ആണ്. 1000 രൂപ, 800 രൂപ, 1500 രൂപ, അങ്ങനെ ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് സ്റ്റാൻഡുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. എൻ്റെ ഓൾറെഡി എൻ്റെ പഴയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ടോട്ടൽ 1500 രൂപയാണ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ആയത് കേട്ടോ. പിന്നെ 1 ഇയർ വാറണ്ടിയാണ്. 5 ഇയർ നമുക്ക് കംപ്രസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കംപ്രസറല്ല, കംപ്രസറിന് 10 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. ബോർഡിനും സംഭവത്തിനൊക്കെ നമുക്ക് 5 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് സാംസങ്ങിൻ്റെ ബീസ്മോക്ക് എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ട്. ബീസ്മോക്ക് വിൻഫ്രീ 2025 മോഡലാണ്. അത് നമുക്ക് 5 ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട്. അതായാലും ഓൾമോസ്റ്റ് നമുക്ക് റേഞ്ച് സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് പ്രൈസ് റേഞ്ച് സെയിം തന്നെയാണ്. സ്മാർട്ട് AC തന്നെയാണ്, AI എനേബിൾഡ് തന്നെയാണ്. പിന്നെ സാംസങ്ങിൻ്റെ സർവീസും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു AC തന്നെയാണ്. അത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ വേണമെങ്കിൽ പോയി വാങ്ങിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് 1 ഡേ ഡെലിവറിയും 2 ഡേ ഡെലിവറി ഒക്കെ ഉണ്ടെന്നുണ്ട് അതിന്. പിന്നെ നിങ്ങൾ ആമസോൺ ത്രൂ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈസി പരിപാടിയാണ്. ഞാൻ ആക്ച്വലി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞല്ലോ പഴയ AC അത് എലി കടിച്ച് കേടാക്കി തരുന്നു.
ഒരു കുഴപ്പമില്ല. എ സിക്ക് വർക്ക് ചെയ്തെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൽ കാണിക്കുന്ന റേറ്റിന് കിട്ടും, ഒരു സംഭവമില്ല. ആ എ സി ഊരി കൊടുത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പഴയ എ സി ഊരി നമ്മൾ ഒരു ഡെലിവറി ഡേറ്റിന് ആ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി. ഇവർ വന്ന് ഒന്നും നോക്കില്ല, ചുമ്മാ എടുത്തോണ്ട് പോയിക്കോളും. ഒരു പരിപാടിയില്ല, ഒരു വർത്താനവും ഇല്ല, ഒരു സംഭവമില്ല, വർക്ക് ചെയ്യും ഒന്നുമില്ല. അത് ചുമ്മാ എടുത്തോണ്ട് പോയിക്കോളും. എനിക്ക് ആക്ച്വലി 6000 സംതിങ് ആണ് റേഞ്ച് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കിട്ടിയത്. അത് തന്നെ കിട്ടി, വേറെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത് കംപ്ലൈൻറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എലി കടിച്ച് ആകെ അളമ്പാക്കി വെച്ചൊക്കെയായിരുന്നു. അങ്ങനെയാണ് കേടായത്. വേറെ അത് കാര്യം, ഇനി കടിക്കാൻ ബാക്കി സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് സാധനം കേടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കിട്ടി. എനിക്ക് തോന്നുന്നത് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഹോട്ട് ആൻഡ് കൂൾ മോഡലിന് 1.5 10 3 സ്റ്റാറിന് 43 റേറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഓഫറും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 37-38 രൂപയ്ക്ക് കിട്ടിയിട്ട സാധനം. അപ്പോൾ നല്ല ഡീലായിരുന്നു. ഈ 6 മാസം ആയി ഓൾമോസ്റ്റ്. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് തന്നെ വേണമെങ്കിൽ പറയാൻ വരും. വാറണ്ടി ആയാലും സർവീസ് ആയാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഒരു ഫ്രീ സർവീസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു. നമ്മൾ ഒന്നും പറയാണ്ട് തന്നെ അവർ ആക്ച്വലി 2-3 മാസമായിപ്പോൾ വന്നു, 4 മാസമായിപ്പോൾ വന്നു. കൊല്ലത്തിൽ 2 വരുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോകും, അത്രേ ഉള്ളൂ. എന്നാലും വരുന്നുണ്ടല്ലോ, അതന്നെ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുപോകും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഫിനാൻസിൽ മാത്രമല്ല ടെക്നിക്കൽ ഫീൽഡും അതുപോലെ തന്നെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമുക്ക് മെസ്സേജിന് വന്നുകൊണ്ടിരിക്കുകയാണ്, സൗണ്ട് വരണേട്ടാ. അപ്പോൾ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലൂടെ നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത് കാണാം. ബൈ.